വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകളുടെ ആശങ്ക തുടരുകയാണ്. വ്യവസ്ഥകളിൽ മാറ്റം വരുത്താതെ ബില്ല് പാസാക്കാനുള്ള സാധ്യതയാണ് കാരണം. കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ചെങ്കിലും ചർച്ചയ്ക്കെടുക്കാതിരുന്നത്. എന്നാൽ ഉചിതമായ സമയത്ത് ബില്ല് അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്നൊപ്പം ജിബിൻ JB തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. ജിബിൻ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ പ്രധാന കേന്ദ്രമായി FCRA മാറിയിട്ട്, അതിൽ ഭേദഗതി മാറിയിട്ട് കുറച്ച് ദിവസങ്ങളായി. BJP നേതാക്കളുടെയൊക്കെ അനുനയം അല്ലെങ്കിൽ സമാധാനിപ്പിക്കലൊക്കെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ഗുഡ് മോർണിംഗ് ഗോകുല ആൻഡ് അമൃത. കാരണം ഈ തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലാണ് FCRA ഈ ചർച്ചാ വിഷയമായി കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇത് സംബന്ധിച്ച് ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ BJP നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച നടത്തിയ സമയത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റിൽ ഇത് ചർച്ചയ്ക്കായി എടുക്കില്ല എന്നൊരു ഉറപ്പ് അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അത് ചർച്ചയ്ക്ക് എടുക്കുന്ന കാര്യം വരികയും പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉചിതമായ സമയത്ത് ബില്ല് സഭയിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ആശങ്ക വീണ്ടും ക്രൈസ്തവ സഭകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ബില്ല് ചർച്ചയ്ക്കായി എടുക്കുമെന്നാണ് ക്രൈസ്തവ സഭ പ്രതീക്ഷിക്കുകയും ചെയ്തത്. പക്ഷേ ഇതുവരെയും ക്രൈസ്തവ സഭകളുമായി ഒന്നും തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇതുമായി സംസാരിച്ചിട്ടില്ല. ഇതിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി സഭാ മേലധ്യക്ഷന്മാരുമായി ഒരു യോഗം പോലും വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സഭകൾ ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് പെസഹ ദിവസങ്ങളിൽ വരുന്ന പ്രസംഗങ്ങളിലാണ്, പെസഹ അതുപോലെ ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങളിലെ പ്രസംഗങ്ങളിലാണ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ അവരുടെ ഇത്തരത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വിവിധ സഭാ തലവന്മാരുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഗോകുൽ. ശരി, ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.